മയക്കുമരുന്ന് പോക്സോ കേസുകളുടെ വർധനവ് കേരളത്തിലെ ജയിലുകളെ പ്രതിസന്ധിയിലാക്കുന്നു. ശിക്ഷ എന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടലാണ്. തടവുകാരുടെ ഭക്ഷണത്തെയും ജയിൽ അന്തരീക്ഷത്തെയും കുറിച്ച് കെ അനിൽകുമാർ. വധശിക്ഷയോട് വിയോജിപ്പ്. നിരപരാധികൾക്ക് ശിക്ഷ ലഭിച്ച ചരിത്രം ആവർത്തിക്കരുതെന്ന് മുന്നറിയിപ്പ്. കേരളത്തിലെ ജയിലുകളിൽ ഉൾക്കൊള്ളാവുന്നതിലധികം തടവുകാരുണ്ടെന്ന് വിയൂർ ജയിൽ മുൻ സൂപ്രണ്ട് കെ അനിൽകുമാർ. 600 പേർക്ക് കഴിയാവുന്ന ജയിലുകളിൽ 1200ഓളം പേരെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് സംഘടിപ്പിച്ച ഡയലോഗ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയത്. മയക്കുമരുന്ന് പോക്സോ കേസുകളിലെ വർധനവാണ് തടവുകാരുടെ എണ്ണം ക്രമാതീതമായി ഉയരാൻ കാരണം. അതേസമയം രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പരിപാലിക്കുന്നത് കേരളത്തിലെ ജയിലുകളാണെന്നും അനിൽകുമാർ പറഞ്ഞു. കേരളത്തിലെ 57 ജയിലുകളിലായി 12,000ഓളം തടവുകാരുണ്ട്. ശിക്ഷിക്കപ്പെട്ട തടവുകാരെ സെൻട്രൽ ജയിലുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ തടവുകാരിൽ 45% NDPS പോക്സോ കേസുകളിൽപ്പെട്ട് ജയിലിൽ കഴിയുന്നവരാണ്. വിയൂർ സെൻട്രൽ ജയിൽ വത്തിക്കാനേക്കാൾ വലുതാണ്. 20 രാജ്യങ്ങളിലെ 85 വിദേശ തടവുകാരുണ്ട് അതിൽ. വിയൂർ സെൻട്രൽ ജയിൽ 138 ഏക്കർ വരുന്ന ക്യാമ്പസ് ആണ്. ക്യാമ്പസിൽ 5 സ്ഥാപനങ്ങളാണുള്ളത്. സെൻട്രൽ ജയിൽ, അതീവ സുരക്ഷാ ജയിൽ, സബ് ജയിൽ, വനിതാ ജയിൽ, ജില്ലാ ജയിൽ എന്നിവയാണവ. തടവുകാർക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നു എന്ന വിമർശനങ്ങളിലും അനിൽകുമാർ പ്രതികരിച്ചു. ജയിലിലെ ഭക്ഷണം മെച്ചപ്പെട്ടിട്ടുണ്ട്. തടവുകാർക്ക് ആഴ്ചയിൽ 2 തവണ മത്സ്യവും ആഴ്ചയിൽ ഒരിക്കൽ ആട്ടിറച്ചിയും ലഭിക്കും. ഔദ്യോഗിക പോഷകാഹാര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇത് നൽകുന്നത്. ഇതിൽ സമൂഹത്തിന്റെ പ്രതികരണം മനസ്സിലാക്കുന്നു. ശിക്ഷ എന്നാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നാണ്. കുറ്റവാളികളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുക, അച്ചടക്കം പാലിക്കുക, സാധ്യമാകുന്നിടത്തെല്ലാം അവരെ മെച്ചപ്പെട്ട മനുഷ്യരായി തിരിച്ചു വരാൻ സജ്ജരാക്കുക എന്നിവയാണ് ശിക്ഷയുടെ ലക്ഷ്യം. വ്യക്തിപരമായി വധശിക്ഷയെ അനുകൂലിക്കില്ലെന്നും അനിൽകുമാർ വ്യക്തമാക്കി. നിരപരാധികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടെന്ന് ചരിത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. അത് പിന്നീട് തിരുത്താനാകില്ലല്ലോ. കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും ജയിലുകളിൽ ഇരട്ട തൂക്കുമരം ഉണ്ടായിരുന്നു. ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിലാണ് വധശിക്ഷ നൽകുന്നത്. നിലവിൽ 17 വധശിക്ഷ തടവുകാരുണ്ടെന്നാണ് തന്റെ അറിവ്. അതിൽ വധശിക്ഷ വിധിച്ച് കൂടുതൽ കാലം തടവിൽ കിടക്കുന്നത് ആലുവ കൂട്ടക്കൊല കേസിലെ പ്രതി ആന്റണിയാണ്. അയാളുടെ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണെന്നും കെ അനിൽകുമാർ വ്യക്തമാക്കി.